ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ ചൂരിദാറിൻ്റെ സ്ലിറ്റ് നമുക്ക് എങ്ങനെയാണ് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുക എന്നാണ്. നമ്മൾ സ്ലീവൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കണ്ടോ, ഈ ഒരു സ്ലിറ്റ് നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്കും ഇവിടെ നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കമൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ ചൂരിദാറിൻ്റെ അളവൊക്കെ കറക്റ്റ് ആക്കിയ ശേഷം നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ചിങ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ കണ്ടോ ഈ ഒരു സ്റ്റിച്ചിന് ശേഷം നമുക്കിവിടെ ഒന്നോ രണ്ടോ സ്റ്റിച്ചുകളൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുക്കാറുമുണ്ട്. കാരണം നമ്മുടെ ബോഡിയുടെ അളവിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ വേണ്ടി നമ്മളിവിടെ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റിച്ചൊക്കെ കൂടുതൽ ആൾക്കാർ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെയും നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് ശേഷം നമ്മളിവിടെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുകയാണ്. അല്ലോ, ഇതുപോലെ പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ച് നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ മുകളിലേക്കാണ് കയറ്റി സ്റ്റിച്ച് ചെയ്ത് ഇവിടെ സ്റ്റിച്ചിങ് നിർത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ നമ്മുടെ ഉൾവശത്തെ ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ സ്ലിറ്റിനെ നമ്മൾ എത്രയാണോ നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വീതിയിൽ നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് തുന്നത്തുണി എക്സ്ട്രാ കൊടുത്താൽ മതി. സ്ലിറ്റ് വരുന്ന ഭാഗത്ത് 1 ഇഞ്ച് മാത്രം തുന്നത്തുണി കൊടുത്താൽ മതി. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു തുന്നത്തുണിക്കനുസരിച്ച് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക. ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതേ അളവിൽ നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ചു വെക്കുക. ആ ഒരു ഓപ്പണിൻ്റെ എൻഡ് ഭാഗത്ത് ഇതുപോലെ തിരിച്ച് വെച്ച് ഇവിടെ നിന്ന് നമ്മൾ അതേ വീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് ഈ ഒരു പീസിനെയും അതേ വീതിയിൽ തന്നെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് നമ്മളിനി നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ആദ്യ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ അതേ അളവിൽ അതേ വിഡ്ത്തിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു കോൺ വശം കണ്ടോ, ഇവിടെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി തന്നെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അവിടെ ചുളുക്കൊന്നും ഇല്ലാതെ നല്ല വൃത്തിയോടുകൂടി നമുക്കിത് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് വശത്ത് കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാറുണ്ട്. എപ്പോഴും നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് 2 സ്റ്റിച്ച് കൊടുക്കാറുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിച്ച് സൈഡിലും കൊടുക്കാറുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൊടുത്താൽ മതി. കണ്ടോ, അതിൻ്റെ ഭംഗി കിട്ടുവാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുന്നു. ആ ഒരു കോണ് വരെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇതുപോലെ തിരിച്ച് വെച്ച് നമുക്ക് താഴോട്ടേക്കും അതേ രീതിയിൽ നമ്മൾ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇതുപോലെ സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം കണ്ടോ, നല്ല വൃത്തിയോടുകൂടി ഇവിടെ പ്ലീറ്റൊന്നും വരാതെ നല്ല വൃത്തിയോടുകൂടി ചുരുക്കോ പ്ലീറ്റൊന്നും വരാതെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉൾവശമാണിത്. ഉൾവശവും നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്ച്ചാൽ നിങ്ങൾക്ക് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി